ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ വർക്കൗട്ട്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് ഉണ്ടാ. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സ്ട്രെച്ചിങ് തന്നെയാണ്. സ്ട്രെച്ചിങ്, ബ്രീത്തിങ്, ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാരെന്നല്ല, എല്ലാവർക്കും ഇത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ജിമ്മിലായാലും ഇതിലായാലും പോണ സമയത്ത് നമുക്ക് ആദ്യം ഒരു ട്രെയിനർ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളാണിത്. അപ്പോൾ ഇത് നമ്മൾ 2-3 കൊല്ലം ഒക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ വലിയ എല്ലാം പഠിച്ച് എന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് മറ്റുള്ള ഇതൊക്കെ കുറച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചാടി കൂട്ടിയിട്ട് ചെയ്ത് പോകുന്ന ഒരു പരിപാടി, അത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. സ്ട്രെച്ചിങ്ങും ബ്രീത്തിങ്ങും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഏതൊരു വർക്കൗട്ടും ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് നമ്മൾ ഫസ്റ്റ് ഒരു ഇത് അറിയിപ്പ് കൊടുക്കണം, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് നമ്മൾ ശരീരത്തിന് അതിലേക്ക് പാകപ്പെടുത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ വേറെ പല കാര്യത്തിലും വേറെ ചിന്തയിലൊക്കെ ആയിരിക്കും, അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് അത് ചെയ്യുമ്പോൾ പല ഇഞ്ചുറികളും സംഭവിക്കും. അപ്പോൾ നമ്മൾ ആദ്യം വന്നിട്ട് സ്ട്രെച്ചിങ്ങും ബ്രീത്തിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബോഡിക്ക് മനസ്സിലാവും, ഇവന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോകണം, നമ്മുടെ ശരീരത്തിനെ അതിലേക്ക് കൊണ്ടുവരണം. അതിന് ശേഷം നമ്മൾ ചെയ്ത വർക്കൗട്ട് നമ്മളെ മസിൽസിനും നല്ല അടിപൊളിയായിട്ട് പവറായി കിട്ടുകയും ചെയ്യും, നല്ല ബോഡി ഷേപ്പും വരും എല്ലാം ആവും. അപ്പോൾ വർക്കൗട്ടിന് മുമ്പ് ചെയ്യേണ്ട ബ്രീത്തിങ്ങും സ്ട്രെച്ചിങ്ങും ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ബ്രീത്തിങ് നിർബന്ധമായിട്ടും ചെയ്യണം. അതേപോലെ തന്നെ വർക്കൗട്ട് കഴിയുന്നുണ്ടാലും ഇതേപോലത്തെ ബ്രീത്തിങ്ങും സ്ട്രെച്ചിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ കാർഡിയോ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറയാന്നുണ്ടെങ്കിൽ 2-3 കിലോമീറ്റർ സ്കേറ്റിങ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഇത് ചെയ്യണം. ഇവിടെ തണുപ്പാണ്, ഞാൻ തൊപ്പിയൊക്കെ ഇട്ടില്ല. ഒരാഴ്ച മുമ്പ് നല്ല മഴയായിരുന്നു, മഴ കഴിഞ്ഞ്, അതിന് മുമ്പ് പൊടിക്കാറ്റായിരുന്നു, മഴ കഴിഞ്ഞ് ഇപ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ 2 മാസം ഇതേപോലെ നല്ല തണുപ്പുണ്ടാവും. ഇനി അതിലിടക്ക് മഴ പെയ്യുമെന്നാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ 2-3 കിലോമീറ്റർ വന്ന് സ്കേറ്റിങ് ചെയ്ത് വന്നിട്ടും വീണ്ടും ഞാനിത് ചെയ്യണം. പക്ഷെ എന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ തോന്നുന്നത്, നമ്മളെ ബോഡി ടയേർഡാണ്, ഒന്നും അറിയുന്നില്ല, നല്ല തണുപ്പായതുകൊണ്ട്. അപ്പോൾ കാലത്താണ് ഞാൻ വർക്കൗട്ട് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ സൂര്യന് ഉദിച്ച് വന്നിട്ടില്ല, നമ്മളെ ക്യാമറയിൽ അത്രയും ഒരു ക്ലാരിറ്റി ഒന്നും ഇത് ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. കാർഡിയോ വർക്കൗട്ടിൻ്റെ പരമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്ക്, പക്ഷേ ഒരു വർക്കൗട്ടും അറിയാത്ത ആൾക്കാർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ സാധാരണയായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഇപ്പോൾ ഓടുന്ന ആൾക്കാർ ഓടി വരാം. ഞാൻ സ്കേറ്റിങ് അറിയണതാണ്, ഞാൻ സ്കേറ്റിങ് ചെയ്ത് വന്നതിന് ശേഷമാണ് വർക്കൗട്ട് തുടങ്ങുക. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് കാർഡിയോ ഒക്കെ ചെയ്യുക. കൂടുതൽ സ്കേറ്റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കാർഡിയോ ചെയ്യാറില്ല. സ്കേറ്റിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് പിന്നെ അങ്ങനെ ആക്കിയത് ഞാൻ. അപ്പോൾ കാർഡിയോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്ന ജമ്പ് റോപ്പും ചെയ്യുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, നമുക്ക് എത്ര ചെയ്തിട്ട് നമ്മളെ ബോഡി വേർക്കണേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കാർഡിയോ വർക്കൗട്ട്, ജമ്പിങ് ജാക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചെയ്യുന്നത്. അതെല്ലാം ബോഡിക്ക് നല്ല എഫക്റ്റ് കിട്ടുന്ന വർക്കൗട്ടാണ്. ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയ ആൾക്കാർക്കും, അതുമാത്രമല്ല തടി കൂടിയ ആൾക്കാർക്കും, തടി കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കാർഡിയോ വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജമ്പ് റോപ്പും ചെയ്യുന്നുണ്ട്. ജമ്പ് റോപ്പ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ച് ചെയ്യണം കേട്ടോ. അത് ഭയങ്കര ബോഡിക്ക് എഫക്റ്റ് കിട്ടുന്ന, നല്ല രീതിയിൽ ശരീരത്തിന് ടയേർഡാക്കുകയും ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ പുറന്തള്ളാൻ പറ്റുന്ന വെരി സൂപ്പർ വർക്കൗട്ട് തന്നെ പറയാം ജമ്പ് റോപ്പ് ചെയ്യണം. അതേപോലെ തന്നെ ഇതേപോലത്തെ കാർഡിയോ വർക്കൗട്ടുകളും ചെയ്യണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുഷപ്പാണ് ചെയ്യുന്നത്. പുഷപ്പ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒരു 100 പുഷപ്പൊക്കെ നമ്മൾ ഡെയിലി എടുക്കണം കേട്ടോ, എന്നാലും നമുക്ക് ഇതേപോലത്തെ മസിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ മസിൽ അത്ര വലിയ മസിൽ എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ, എൻ്റെ കയ്യും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആക്കിയെടുക്കുന്ന ചുരുങ്ങിയത് ഒരു 100 പുഷപ്പെങ്കിലും എടുക്കുക. നിങ്ങളൊരു 12 വെച്ചിട്ട് 5 സെറ്റ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ തന്നെ 5-6 സെറ്റ് എടുത്തുന്നുണ്ടാൽ തന്നെ സംഭവം ക്ലിയറായി. അത്രേ ഉള്ളൂ. പുഷപ്പ് നിർബന്ധം. കാർഡിയോ വർക്കൗട്ട് കഴിയുന്നുണ്ടാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട വർക്കൗട്ടാണ് പുഷപ്പ് എന്നാണ്, നമ്മൾ അപ്പർ ബോഡിക്ക് ചെയ്യണം. പിന്നെ കാലിനുള്ള വർക്കൗട്ട് ഞാൻ ഈ പ്രാവശ്യത്തിൽ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ചെറുതായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയില്ല. കാലിനുള്ള വർക്കൗട്ട് ഞാൻ എന്തായാലും അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. കാർഡിയോ വർക്കൗട്ട് തന്നെ ഒരുപാട് എഫക്റ്റുള്ള വർക്കൗട്ടുകളുണ്ട്. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൈഡ് ഫാറ്റ് പോകാനും ഒക്കെയുള്ള വർക്കൗട്ടുകളാണ് ഈ കാർഡിയോയിൽ പെട്ടത്. അതൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ വെറൈറ്റി വീഡിയോസിൽ വരും, കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കാർഡിയോ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജമ്പ് റോപ്പ്, അത് കഴിഞ്ഞാൽ പുഷപ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ
കൈക്കും നമ്മുടെ ചെസ്റ്റ് മസിൽസിനും അപ്പർ ബോഡിക്കും എല്ലാം നല്ല ഫിറ്റ് കിട്ടുന്ന വർക്കൗട്ട്. അപ്പോൾ ആ പുഷപ്പ് പല ടൈപ്പിലുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഇതിൽ കാണിച്ചു തന്നു. ഫ്ലാറ്റ് സാധാ പുഷപ്പ്, അതേപോലെ ഷോൾഡറിന് കൂടുതൽ ഫിറ്റ് കിട്ടുന്ന പുഷപ്പ്, ട്രൈസെപ്സ് മസിൽസിന് കൂടുതൽ ഇത് കിട്ടുന്നത്, ബൈസെപ്സ് മസിൽ, അങ്ങനെ ഓരോ ഇതിനും അത് ആയി കിട്ടുന്ന പുഷപ്പുകളുണ്ട്. അത് നിങ്ങൾ ഓരോന്ന് ചെയ്യുക. അതിനുശേഷം പിന്നെ അതേപോലെ പുള്ളപ്പ് എന്തെങ്കിലും ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ പുള്ളപ്പ് ഇതുകൾ ചെയ്യുക. പിന്നെ വയറിനുള്ള എക്സസൈസ്, വയറിനുള്ളത് നമ്മൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. എല്ലാ ദിവസവും വയറിന് ചെയ്യണം എന്നുള്ള ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെയൊക്കെ തന്നെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം വയറിന് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഡേ ആക്കിയിട്ട് ആഴ്ചയിൽ 2 ദിവസം വയറിന് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇങ്ങനത്തെ എക്സസൈസുകളൊക്കെ ചെയ്യുക. ഇതിന് ശേഷം ഞാൻ ജമ്പ് റോപ്പ് ചെയ്യും. ജമ്പ് റോപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. പിന്നെ പുഷപ്പ്, പുള്ളപ്പ് ഇന്ന് ഈ ഒരു വീഡിയോസിൽ ഞാൻ അധികം ആക്കിയിട്ടില്ല. അപ്പർ ബോഡിക്ക് കുറച്ചിങ്ങനെ ഒരു ബാക്ക് മസിൽസിനും പിന്നെ അപ്പർ ബോഡിക്കും ഫിറ്റ് കിട്ടുന്ന ഒരു തരം പുള്ളപ്പാണ് ഞാനിതിൽ ചെയ്യണത്. കഴിഞ്ഞ വീഡിയോസത്തെ പോലെയല്ല. പിന്നെ ജമ്പിങ് ജാക്കാണ് ഈ കാണുന്നത്. ഇതെല്ലാം പല വെറൈറ്റിയിലും ചെയ്യട്ടെ, പല ടൈപ്പിലുണ്ട്. കാർഡിയോ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ആദ്യം പോലത്തെ ഒന്നല്ല, പല ആൾക്കാരും പല ടെക്നിക്കുകളും അതിലൂടെ എല്ലാം കണ്ടുപിടിച്ച ഒരുപാട് കാർഡിയോ വർക്കൗട്ടുകളുണ്ട്. അതിലെല്ലാം ഞാനിതെല്ലാം പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കൂടെ ഉള്ള ഒരുപാട് ആഫ്രിക്കൻസ് കൺട്രീസിലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ കൂടെ തന്നെ ഞാനും എന്നിട്ടാണ് ഇതേപോലത്തെ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചത്. കാർഡിയോ വർക്കൗട്ട് ഒരുപാടുണ്ട്. അതെല്ലാം അടുത്തടുത്ത വീഡിയോസിൽ മാറി വരുന്നതാണ്. അതിനുശേഷം നമുക്ക് ജമ്പ് റോപ്പാണ് ചെയ്യുക. ഞാൻ ജമ്പ് റോപ്പ് കഴിയുന്നുണ്ടാലാണ് പിന്നെ പുള്ളപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ അടുത്തത് ജമ്പ് റോപ്പാണ്. ജമ്പ് റോപ്പ് നിങ്ങൾ കാണാം. ജമ്പ് റോപ്പ് പല ടൈപ്പിലും ഞാൻ ചെയ്യും കേട്ടോ. അത് ഭയങ്കര ബോഡിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത്. നമ്മൾ കുറച്ച് ചെയ്താൽ തന്നെ പെട്ടെന്ന് ടയേർഡാവും. അങ്ങനെ ജമ്പ് റോപ്പും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്പ് റോപ്പിന് ശേഷം പുള്ളപ്പ്, പുഷപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടിങ് ആണ് എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത് കാലത്ത് വർക്കൗട്ട്. ഞാൻ ആദ്യം കാലത്ത് വർക്കൗട്ട് ചെയ്യുന്നില്ല, വൈകിട്ടാണ് എൻ്റെ പണിയിലത്. പിന്നെ ആ ടൈം മാറ്റി ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട് കാലത്ത് എണീക്കാണ് ചെയ്യണം. ഞാനിപ്പോൾ കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതട്ടാ. ആ കാലത്തായതുകൊണ്ട് ആ കിളികളെയും കാക്കകളെയും അതൊക്കെ അവിടെ ഇങ്ങനെ മരത്തിൻ്റെ ഒക്കെ അവിടെ ഉള്ള ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വർക്കൗട്ട്, ഓപ്പൺ ഏരിയയിൽ ഫ്രഷ് വായു കേട്ടിട്ട് ഇങ്ങനെ ഉള്ള വർക്കൗട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഇതാട്ടോ. നമുക്ക് അന്നത്തെ ആ ദിവസം നല്ല എനർജി ഉണ്ടാവും. പിന്നെ ഞാൻ വർക്കൗട്ടിന് വരാത്ത ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ജലദോഷമായുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ വരുന്നത്. പിന്നെ ഇവിടെ ക്ലൈമറ്റ് മാറുമ്പോൾ പല അസുഖങ്ങൾ വരും. പൊടിക്കാറ്റൊക്കെ ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് കാലത്തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം ഞാൻ വന്നു. വെറുതെ ആ പൊടിയൊക്കെ അടിച്ച് കയറ്റിയിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കണം വെച്ചിട്ട് നമ്മൾ ആദ്യം നോക്കും അന്തരീക്ഷം. തലേ ദിവസം തന്നെ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. പിന്നെ കാലത്ത് എണിച്ചിട്ട് ഒന്ന് ബാൽക്കണി വന്നിട്ട് നോക്കും എങ്ങനെയുണ്ട് അന്തരീക്ഷം എന്നുള്ളത്. പൊടിക്കാറ്റും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കാലത്ത് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ വെറുതെ നമ്മൾ അതൊക്കെ അടിച്ച് കയറ്റിയിട്ട് പിന്നെ ജലദോഷം ഇതൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് പിന്നെ കുറേ റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം നോക്കും, അതിന് ശേഷമാണ് വന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ജമ്പ് റോപ്പ് കാര്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ കാലത്ത് വന്ന് ഞാൻ ചെയ്യണതും വൈകിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞാൻ ഒരു 8-9 മണിക്കൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ അതിനെക്കാട്ടി ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള കാലത്ത് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് സ്കൈറ്റിങ്ങാണ് ചെയ്യുക. സ്കൈറ്റിങ്ങിൻ്റെ ഷൂസാണ് ഇരിക്കുന്നത്. ഇത് നോർമൽ ഷൂസാണ്. സ്പീഡ് സ്കൈറ്റ് വേറെ ഉണ്ട്. ഞാൻ മാറിയിട്ടാണ് ചെയ്യുക. ജമ്പിങ്ങുള്ള വേറെ ഉണ്ട്. അപ്പോൾ ഒരു 2-3 റൗണ്ടൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ സ്കൈറ്റിങ്ങിനെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ ജമ്പ് റോപ്പ് അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട് ജമ്പ് റോപ്പിലും ഒരുപാട് ടെക്നിക്കുകൾ കിട്ടാം. അപ്പോൾ അതിലിടക്ക് നമ്മളിപ്പോൾ ഈ ബ്രീത്തിങ് കണ്ടില്ലേ, ഈ ബ്രീത്തിങ് നമ്മൾ കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുന്നുണ്ടാലും ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്. ബോഡിക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ഇങ്ങനെ ഇതായി കിട്ടും. വീണ്ടും നമുക്ക് ചെയ്യാനുള്ള നല്ലൊരു ഉന്മേഷത്തിൽ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. അതിനാണ് ഞാൻ ഈ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. അതിന് ശേഷം കാലിന് അത്ര കാര്യമായിട്ടും കൊടുത്തിട്ടില്ല. നമ്മൾ ഇത്രയും ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രെച്ചിങ്ങും കുറച്ച് ഇതുകളൊക്കെ ഞാൻ ചെയ്യാനുള്ളൂ. ആദ്യപ്പോൾ 2 സൈഡിൽ കൂടി ഇരുന്നിട്ടുള്ള സ്ട്രെച്ചിങ് ചെയ്യും. അത് കഴിഞ്ഞാൽ പുഷ് ചെയ്യും. അതിന് ശേഷം പിന്നെ ഞാൻ പുഷപ്പ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്.
അങ്ങനെ ലെഗിനുള്ള കുറച്ച് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത്. അതിന് ശേഷം ഞാൻ പുഷപ്പാണ് ചെയ്യാൻ പോകുന്നത്. പുഷപ്പ് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 ടൈപ്പ് പുഷപ്പ് ചെയ്തിട്ട് അത് വന്നിട്ട് നോർമൽ പുഷപ്പാണ്. ഇത് ഫുൾ അപ്പർ ബോഡിക്ക് കിട്ടുന്ന പുഷപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞാൽ കൈയൊന്ന് വൈഡ് ആക്കിയിട്ട് ചെസ്റ്റിന് മാത്രമേ ഉള്ളതുണ്ട്. അതിന് ഞാൻ ട്രൈസെപ്സിനും ബൈസെപ്സിനും കിട്ടുന്നതുണ്ട്, പിന്നെ ഷോൾഡറിന് കിട്ടുന്നത്. അങ്ങനെ 2-3 ടൈപ്പ് പുഷപ്പാണ്. പുഷപ്പ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണ്ട. ഞാൻ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട് വെറുതെ നടക്കണമല്ല, നടന്നുകൊണ്ട് ഉള്ളത് കിട്ടും. പക്ഷെ ആ എത്രയും 4-5 കിലോമീറ്ററൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ആ ഒരു കുടവയർ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഈ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ലൊരു വ്യായാമം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ വയറൊന്നും അങ്ങനെ അങ്ങോട്ട് കുറയാൻ പോകില്ല. മോളിൽ നിന്നും അപ്പർ ബോഡിയിൽ നിന്നും അതേപോലെ തന്നെ ലോവർ ബോഡിയിൽ നിന്നും ഇങ്ങനെ ശരീരം ഇങ്ങനെ ഒട്ടി വരും. പക്ഷേ വയർ അതേപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഭക്ഷണത്തിൽ കുറച്ച് കൺട്രോൾ ചെയ്യണം. അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെയിലി കാലത്ത് ഇങ്ങനെ നടക്കുകയും ചെയ്യും. അപ്പോൾ അപ്പർ ബോഡിയിലും ഇങ്ങനെ അതായത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, ലോവർ ബോഡിയിൽ നിന്നും അതേപോലെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും, വയറങ്ങനെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പുഷപ്പ് അതേപോലെ തന്നെ ലെഗിനുള്ള വർക്കൗട്ട് അതേപോലെ തന്നെ വയറിനുള്ള വർക്കൗട്ട്, ഈ നടത്തത്തിൻ്റെ കൂടെ ഇത് 3ഉം കൂടി ചെയ്തുകൊണ്ടുണ്ടല്ലോ, വയറും കുറഞ്ഞ് അപ്പർ ബോഡിയും സൂപ്പറായി, ലെഗ് നമ്മളെ നമ്മളെ ഫുള്ള് നമ്മളെ ലെങ്ത്ത് താങ്ങാനുള്ള സംഭവമാണ് കാലെന്ന് പറയുന്നത്. അതിനും കൂട്ടിയിട്ടുള്ള ഇത് കിട്ടിയെന്നുണ്ടാവും, നിങ്ങളെ ബോഡി സൂപ്പറായി. അപ്പോൾ പുഷപ്പാണ് കഴിഞ്ഞത്. പുഷപ്പ് കഴിഞ്ഞപ്പോൾ പുള്ളപ്പാണ് ചെയ്യണത്. ഇത് ശരിക്കും ഒരു വൈഡാക്കിയിട്ടുള്ള ഇതാട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റ് കിട്ടുക വിങ്സിന്, ബാക്ക് മസിൽസിനും വിങ്സിനാണ് കിട്ടുക. അപ്പർ ബോഡിക്ക് ഫ്രണ്ടിലേക്കുള്ളതിന് കുറച്ച് കിട്ടുന്നുണ്ടെങ്കിലും കൂടുതൽ കിട്ടുക ഇതിനാട്ടോ. അപ്പോൾ അങ്ങനത്തെ വർക്കൗട്ടുകളൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് പുഷപ്പല്ല, ഇത് വന്നിട്ട് ബാക്ക് മസിൽസിന് കിട്ടുന്ന വർക്കൗട്ടാണ്. ശരിക്കും പറഞ്ഞുള്ള ഷോൾഡറിനും ബാക്ക് മസിൽസിനും കൂടി കിട്ടുന്ന ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിനാണ് ഈ ഒരു പുഷപ്പ് കൂടുതൽ എഫക്റ്റ് കിട്ടുക. ചെറുതായിട്ട് കോർണും വയറിനും കൂടി ആപ്സിനും കൂടിയിട്ട് ഒരു ഇതായി എഫക്റ്റ് കിട്ടുന്ന വർക്കൗട്ടാണ്. കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഷോൾഡർ മസിൽസിന് തന്നെയാണ് കേട്ടോ. ഷോൾഡറിനും ഉണ്ട് ബാക്ക് മസിൽസിനാണ്. ഇതൊരു നല്ലൊരു പുഷപ്പാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വർക്കൗട്ട് അങ്ങനെ കഴിയാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളെ വർക്കൗട്ട് ഇവിടെ ഫിനിഷ് ആവാണ്. സ്ട്രെച്ചിങ്ങും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിലും അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. സ്ട്രെച്ചിങ്ങും അതേപോലെ തന്നെ ബ്രീത്തിങ്ങും ആ മസിൽസ് ഇത് മെയിൻ സ്ട്രെച്ചിങ്ങുകളെല്ലാം ചെയ്യണം. അതേപോലത്തെ സ്ട്രെച്ചിങ്ങുകളെല്ലാം ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത്. ലെഗ് പ്രസ്സിങ്ങും അതേപോലെ തന്നെ ബാക്കിലേക്കുള്ളത് ബാക്ക് പെയിൻ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ പുറം മസിലല്ലാണ്ട് ഉള്ളിലത്തെ മസിലിനാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനത്തെ ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാൽ പെട്ടെന്ന് മാറും. സുഹൃത്തുക്കളെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നത്.